ആധുനിക കോർപ്പറേറ്റ് ലോകം കെട്ടിപ്പടുത്തിരിക്കുന്നത് അതിവേഗതയുടെയും മത്സരത്തിൻ്റെയും വലിയ അടിത്തറകളിലാണ്. ഒരൊറ്റ ക്ലിക്കിൽ ലോകത്തെവിടെയുമുള്ള വിവരങ്ങൾ വിരൽത്തുമ്പിലെത്തുന്ന ഈ കാലഘട്ടം നൽകുന്ന സൗകര്യങ്ങൾ ചെറുതൊന്നുമല്ല. എന്നാൽ ഈ വേഗത നമ്മുടെ ദൈനംദിന ജീവിതത്തെയും തൊഴിൽ സംസ്കാരത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്ന് ആഴത്തിൽ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരു സാധാരണ ദിവസത്തെ ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോൾ അനുഭവപ്പെടുന്ന ശാരീരികമായ ക്ഷീണത്തെക്കാൾ എത്രയോ മടങ്ങാണ് ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന മാനസികമായ തളർച്ച. ഒന്നിനു പുറകെ ഒന്നായി വരുന്ന ഇമെയിലുകൾ, അവസാനിക്കാത്ത മീറ്റിങ്ങുകൾ, കൈവരിക്കാൻ പ്രയാസമുള്ള ലക്ഷ്യങ്ങൾ എന്നിവയെല്ലാം ചേർന്ന് ഇന്ന് മനുഷ്യൻ്റെ സമാധാനം കവർന്നെടുക്കുകയാണ്. ഈ അവസ്ഥയെ കേവലം ഒരു താൽക്കാലിക തളർച്ചയായി കണ്ട് തള്ളിക്കളയാൻ സാധിക്കില്ല. ഇത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഗുരുതരമായ മാനസികാവസ്ഥയുടെ തുടക്കമാണ്. ഇന്നത്തെ ആഗോള തൊഴിൽ വിപണിയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പദമാണ് ബേൺഔട്ട്. ജോലിയിലെ വിട്ടുമാറാത്ത സമ്മർദ്ദം മൂലം ഒരു വ്യക്തി പൂർണ്ണമായും മാനസികമായും ശാരീരികമായും തളർന്നു പോകുന്ന അവസ്ഥയാണിത്. മുൻപ് പലരും കരുതിയിരുന്നത് കഠിനാധ്വാനം ചെയ്താൽ ആർക്കും വിജയിക്കാൻ സാധിക്കുമെന്നാണ്. എന്നാൽ ആ കഠിനാധ്വാനം സ്വന്തം ആരോഗ്യത്തെ പണയം വെച്ചുകൊണ്ടുള്ളതാകുമ്പോൾ സംഭവിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ച് പലരും ബോധവാന്മാരല്ല. ജോലിയിൽ പരാജയപ്പെടുമോ എന്ന ഭയവും മറ്റുള്ളവരുടെ മുന്നിൽ മികച്ചവനായി തീരാനുള്ള അമിതമായ ആഗ്രഹവും മനുഷ്യനെ ഒരു യന്ത്രത്തെ പോലെ ഓടാൻ പ്രേരിപ്പിക്കുന്നു. ഈ ഓട്ടത്തിനിടയിൽ സ്വന്തം മനസ്സിനും ശരീരത്തിനും എന്ത് സംഭവിക്കുന്നു എന്ന് ശ്രദ്ധിക്കാൻ ആർക്കും സമയമില്ലാതാകുന്നു. അടുത്തിടെ പുറത്തു വന്ന പല ആഗോള പഠനങ്ങളും വിരൽ ചൂണ്ടുന്നത് ഞെട്ടിക്കുന്ന ചില കണക്കുകളിലേക്കാണ്. ലോകമെമ്പാടുമുള്ള തൊഴിൽ ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ കടുത്ത മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇന്ത്യയിലെ കോർപ്പറേറ്റ് മേഖല പരിശോധിച്ചാൽ സ്ഥിതിവിവര കണക്കുകൾ കൂടുതൽ ആശങ്കാജനകമാണ്. ഇവിടെ ജോലി ചെയ്യുന്ന കോർപ്പറേറ്റ് ജീവനക്കാരിൽ 2 പേരും കടുത്ത മാനസിക സമ്മർദ്ദത്തിൻ്റെ പിടിയിലാണ്. അതായത് ജോലി ചെയ്യുന്നവരിൽ ഒരു വലിയ ശതമാനം തങ്ങളുടെ തൊഴിൽ അന്തരീക്ഷത്തിൽ ഒട്ടും സന്തുഷ്ടരല്ല, അല്ലെങ്കിൽ അവർ വലിയൊരു മാനസിക ഭാരവും ചുമലിലേറിയാണ് ജീവിക്കുന്നത്. ഈ അവസ്ഥ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സമൂഹത്തിലെ യുവതലമുറയെയാണ് എന്നുള്ളത് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. നമ്മുടെ സമൂഹത്തിലെ പുതിയ തലമുറക്കാരായ യുവാക്കൾ, അതായത് ജെൻസി, മില്ലേനിയലുകൾ എന്നിവരിലാണ് ഈ സമ്മർദ്ദത്തിൻ്റെ തോത് ഏറ്റവും ഉയർന്ന നിരക്കിൽ കാണപ്പെടുന്നത്. കരിയറിൻ്റെ തുടക്കത്തിൽ തന്നെ വലിയ വിജയങ്ങൾ കൈവരിക്കണമെന്ന ആഗ്രഹം, സാമ്പത്തികമായ സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള നെട്ടോട്ടം, സോഷ്യൽ മീഡിയ വഴി നിരന്തരമുണ്ടാകുന്ന താരതമ്യങ്ങൾ എന്നിവയെല്ലാം ഇവരെ വേട്ടയാടുന്നുണ്ട്. മുൻ തലമുറകളെ അപേക്ഷിച്ച് സാങ്കേതികവിദ്യയുമായി കൂടുതൽ അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് ഇവരെന്നതും പ്രശ്നത്തിൻ്റെ ആഴം കൂട്ടുന്നു. 24 മണിക്കൂറും ഡിജിറ്റൽ ലോകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ഇവർക്ക് ജോലിയിൽ നിന്നും വ്യക്തി ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ഒട്ടും സാധിക്കുന്നില്ല. ഇതവരുടെ ഉൽപ്പാദനക്ഷമതയെ ബാധിക്കുക മാത്രമല്ല, അവരുടെ കരിയറിൻ്റെ തുടക്കത്തിൽ തന്നെ വലിയൊരു നിരാശയിലേക്ക് വഴിതെളിക്കുകയും ചെയ്യുന്നു. മനസ്സ് നേരിടുന്ന ഈ കടുത്ത പ്രതിസന്ധികൾ കേവലം ചിന്തകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. മനസ്സ് തളരുമ്പോൾ നമ്മുടെ ശരീരം അതിശക്തമായി അതിനോട് പ്രതികരിക്കാൻ തുടങ്ങും. വിട്ടുമാറാത്ത മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുമ്പോൾ മനുഷ്യ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന ഹോർമോണിൻ്റെ അളവ് അമിതമായി വർദ്ധിക്കുന്നു. യഥാർത്ഥത്തിൽ അപകടകരമായ സാഹചര്യങ്ങളെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഒരു ഹോർമോണാണിത്. എന്നാൽ എപ്പോഴും സമ്മർദ്ദത്തിൽ കഴിയുന്ന ഒരാളിൽ ഈ ഹോർമോൺ നിരക്ക് ഉയർന്ന നിലയിൽ തന്നെ തുടരുന്നു. ഇത് ശരീരത്തിൻ്റെ സ്വാഭാവികമായ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുന്നു. രക്തസമ്മർദ്ദം അനിയന്ത്രിതമായി ഉയരുന്നതിനും ഇത് കാരണമാകുന്നുണ്ട്. പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഇത്തരത്തിലുള്ള വിട്ടുമാറാത്ത സമ്മർദ്ദം ഹൃദ്രോഗത്തിലേക്കുള്ള സാധ്യതകളെ വലിയൊരു ശതമാനം വർദ്ധിപ്പിക്കുന്നു എന്നതാണ്. ഇതിനൊക്കെ അപ്പുറം ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന മറ്റ് പല ശാരീരിക ലക്ഷണങ്ങളും ഇതിൻ്റെ ഭാഗമായി പ്രകടമാകാറുണ്ട്. വിട്ടുമാറാത്ത കടുത്ത തലവേദന, കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചാലും ഉണ്ടാകുന്ന ദഹനക്കേട്, പേശികളിൽ അനുഭവപ്പെടുന്ന കടുത്ത വേദന എന്നിവയെല്ലാം ശരീരം നൽകുന്ന മുന്നറിയിപ്പുകളാണ്. പലപ്പോഴും ഇത്തരം ലക്ഷണങ്ങൾ കാണുമ്പോൾ ആളുകൾ മറ്റു രോഗങ്ങൾക്കുള്ള മരുന്നുകൾ വാങ്ങി കഴിക്കുകയാണ് പതിവ്. എന്നാൽ യഥാർത്ഥ കാരണം മനസ്സിലിരിക്കുന്ന സമ്മർദ്ദമാണെന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിയാറില്ല. ശരീരവും മനസ്സും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ മടി കാണിക്കുന്നത് കൊണ്ടാണ് ഇത്തരം ശാരീരിക ബുദ്ധിമുട്ടുകൾ വിട്ടുമാറാതെ തുടരുന്നത്. ഇന്നത്തെ കാലത്ത് മാനസിക സമ്മർദ്ദം ഇത്രയേറെ വർദ്ധിക്കാൻ കാരണമായ ഒരു പ്രധാന വില്ലൻ നമ്മുടെ കൈകളിലിരിക്കുന്ന സ്ക്രീനുകളാണ്. സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും നമ്മുടെ ജീവിതം എളുപ്പമാക്കിയെങ്കിലും അവ നമ്മുടെ സമാധാനപരമായ ഉറക്കത്തെ പൂർണ്ണമായും കവർന്നെടുത്തിരിക്കുകയാണ്. അമിതമായ സ്ക്രീൻ സമയം ഉറക്കമില്ലായ്മ പോലെയുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളെ വളരെ വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നു. രാത്രി വൈകിയും ഫോണിൽ നോക്കിയിരിക്കുന്ന ശീലം പലർക്കുമുണ്ട്. ഫോണിൽ നിന്നും കമ്പ്യൂട്ടറുകളിൽ നിന്നും പുറത്തു വരുന്ന നീല വെളിച്ചം മനുഷ്യ ശരീരത്തിന് അത്ര നല്ലതല്ല. ഇത് രാത്രികാലങ്ങളിൽ ശരീരത്തിൽ സ്വാഭാവികമായി ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ട മെലറ്റോണിൻ എന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തെ പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്നു. സുഖകരമായ ഉറക്കത്തിന് ഏറ്റവും അത്യാവശ്യമായ ഹോർമോണാണിത്. ഉറക്കം നഷ്ടപ്പെടുന്നതോടെ അടുത്ത ദിവസത്തെ ജോലിയെ അത് ബാധിക്കുകയും അത് വീണ്ടും സമ്മർദ്ദത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു ദുരന്ത ചക്രമായി അങ്ങനെ ഇത് മാറുന്നു.
ഈ ഗുരുതരമായ അവസ്ഥയിൽ നിന്ന് സ്വയം രക്ഷപ്പെടാനും നമ്മുടെ മാനസികാരോഗ്യം വീണ്ടെടുക്കാനും കൃത്യമായ ചില വഴികൾ സ്വീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡിജിറ്റൽ ഡീടോക്സ്. സാങ്കേതിക വിദ്യയിൽ നിന്ന് ബോധപൂർവം കുറച്ചു സമയം മാറി നിൽക്കുന്ന പ്രക്രിയയാണിത്. ദിവസത്തിൽ കുറഞ്ഞത് ഒരു 15 മിനിറ്റെങ്കിലും മൊബൈൽ ഫോണിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കാൻ സാധിക്കണം. ഈ സമയം പ്രകൃതിയെ ആസ്വദിക്കാനോ പ്രിയപ്പെട്ടവരുമായി സംസാരിക്കാനോ അല്ലെങ്കിൽ വെറുതെ ശാന്തമായി ഇരിക്കാനോ ഉപയോഗിക്കാം. ഇത് തലച്ചോറിന് ആവശ്യമായ വിശ്രമം നൽകുകയും ചിന്തകളെ കൂടുതൽ വ്യക്തമാക്കാൻ സഹായിക്കുകയും ചെയ്യും. സാങ്കേതിക വിദ്യയുടെ അടിമകളാകാതെ അതിനെ നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാൻ ശീലിക്കുകയാണ് ഇവിടെ ചെയ്യേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജോലിക്ക് കൃത്യമായ അതിർവരമ്പുകൾ നിശ്ചയിക്കുക എന്നതാണ്. പല കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലും ജോലി സമയം കഴിഞ്ഞാലും ഔദ്യോഗിക സന്ദേശങ്ങളും ഇമെയിലുകളും അയക്കുന്ന പ്രവണത കണ്ടുവരാറുണ്ട്. സ്വന്തം വ്യക്തിജീവിതവും ആരോഗ്യവും സംരക്ഷിക്കുന്നതിനായി ഔദ്യോഗിക സമയത്തിന് ശേഷം വരുന്ന ഇത്തരം വർക്ക് ഗ്രൂപ്പുകളോടും ഇമെയിലുകളോടും സൗമ്യമായി എന്നാൽ ദൃഢമായി നോ പറയാൻ ശീലിക്കണം. ജോലി എന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണെന്നും ജീവിതം മുഴുവൻ ജോലിക്ക് വേണ്ടിയുള്ളതല്ല എന്നും തിരിച്ചറിയണം. കുടുംബത്തോടൊപ്പവും സുഹൃത്തുക്കളോടൊപ്പവും ചിലവഴിക്കുന്ന സമയം നമ്മുടെ മനസ്സിന് പുതിയ ഊർജം നൽകും. ഈ അതിർവരമ്പുകൾ കൃത്യമായി പാലിച്ചാൽ മാത്രമേ ദീർഘകാലം മാനസികാരോഗ്യം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. ഇതൊക്കെ ചെയ്തിട്ടും മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം അതിര് കടന്നു പോവുകയാണെങ്കിൽ പ്രൊഫഷണൽ സഹായം തേടാൻ മടിക്കരുത്. മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ഒരു കൗൺസിലറുടെയോ തെറാപ്പിസ്റ്റിനെയോ സമീപിക്കുന്നത് ഇന്നും നമ്മുടെ സമൂഹത്തിൽ ചിലർ മോശമായിട്ടാണ് കാണുന്നത്. എന്നാൽ ഈ ചിന്താഗതി തികച്ചും തെറ്റാണ്. ശാരീരികമായ അസുഖം വരുമ്പോൾ നമ്മൾ ഡോക്ടറെ കാണുന്നത് പോലെ തന്നെ പ്രധാനമാണ് മനസ്സിൻ്റെ അസുഖങ്ങൾക്ക് വിദഗ്ധരുടെ സഹായം തേടുന്നത്. ശരിയായ സമയത്ത് ലഭിക്കുന്ന കൗൺസിലിംഗ് ഒരു വ്യക്തിയെ വലിയൊരു മാനസിക തകർച്ചയിൽ നിന്ന് രക്ഷിച്ചേക്കാം. മനസ്സിൻ്റെ ഭാരം മറ്റൊരാളോട് തുറന്നു പറയുന്നതും ശാസ്ത്രീയമായ മാർഗങ്ങളിലൂടെ അതിനെ മറികടക്കുന്നതും ജീവിതത്തിലേക്ക് ശക്തമായി തിരിച്ചു വരാൻ സഹായിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ ഗുണനിലവാരം നിശ്ചയിക്കുന്നത് നമ്മൾ സമ്പാദിക്കുന്ന പണമോ കൈവരിക്കുന്ന പദവികളോ മാത്രമല്ല, മറിച്ച് നമുക്കുള്ള മാനസിക സമാധാനമാണ്. ജോലിയിലെ വിജയങ്ങൾ ആഘോഷിക്കപ്പെടുമ്പോഴും അതിനായി നമ്മൾ നൽകുന്ന വില സ്വന്തം ആരോഗ്യമാണെങ്കിൽ ആ വിജയത്തിന് യാതൊരു അർത്ഥവുമില്ല. മാറുന്ന ലോകത്തിനൊപ്പം ഓടുമ്പോഴും സ്വന്തം ശരീരത്തെയും മനസ്സിൻ്റെയും ശബ്ദം കേൾക്കാൻ നമ്മൾ തയ്യാറാകണം. ജോലിയിലെ സമ്മർദ്ദങ്ങളെ തിരിച്ചറിഞ്ഞ് അവയെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പഠിക്കുക എന്നത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ആരോഗ്യകരമായ ഒരു ജീവിത ശൈലി കെട്ടിപ്പടുക്കുന്നതിലൂടെ കൃത്യമായ ഇടവേളകളിൽ മനസ്സിന് വിശ്രമം നൽകുന്നതിലൂടെയും മാത്രമേ നമുക്ക് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ സാധിക്കൂ. അതുകൊണ്ട് ഇന്നു മുതൽ സ്വന്തം മാനസികാരോഗ്യത്തിന് മുൻഗണന നൽകാൻ നമുക്ക് ശീലിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.